എന്താണ് രാമായണത്തിൽ ഉടനീളം സംഭവിക്കുന്നത് എന്നുള്ളത്? പ്രധാനമായും സംഭവിക്കുന്നത് ഉപദേശങ്ങളാണ്. അതല്ല എങ്കിൽ സംവാദങ്ങൾ. ഉപദേശങ്ങൾ സ്വീകരിക്കുന്നവർ, ഉപദേശങ്ങൾ നൽകുന്നവർ, സംവാദത്തിൽ ഏർപ്പെടുന്നവർ, അതിനുശേഷം തീരുമാനങ്ങൾ എടുക്കുന്നവർ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതാണ് രാമായണത്തിൽ ഉടനീളം സംഭവിച്ചിരിക്കുന്നത്. ചില ഉപദേശങ്ങൾ അത് ചിലർ ശിരസാ വഹിക്കുന്നു, ചില ഉപദേശങ്ങൾ ചിലർ പൂർണ്ണമായും തിരസ്കരിക്കുന്നു. അതിൽ നിന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് പിന്നീട് രാമായണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെയാണ് സംവാദങ്ങൾ. നാരദൻ വാൽമീകിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു രാമായണം എഴുതുവാൻ. അങ്ങനെയാണ് രാമായണം ഉണ്ടാക്കപ്പെടുന്നത് തന്നെ. അവിടെ നിന്ന് തുടങ്ങുകയാണ്. അതായത് രാമായണം തുടങ്ങുന്നത് തന്നെ ഒരു ഉപദേശത്തിൽ നിന്നാണ്. എന്നാൽ പിന്നീട് അതെങ്ങനെയാണ് പുരോഗമിക്കുന്നതെന്നല്ലേ, ഉമാമഹേശ്വര സംവാദത്തിൽ. അതായത് ഉപദേശം കഴിഞ്ഞാൽ തൊട്ടടുത്തായി സംഭവിക്കുന്ന സംവാദമാണ്, ശിവപാർവതിമാർ തമ്മിലുള്ള സംവാദം. ഈ സംവാദമാണ് പിന്നീട് രാമായണം തുടങ്ങുന്നത്. അങ്ങനെയാണ് രാമനെക്കുറിച്ച് പറയുന്നു, രാമൻ്റെ കഥകളെക്കുറിച്ച് പറയുന്നു. അത് എന്തുകൊണ്ട് പറയണം എന്നുള്ളത് ശ്രീപാർവതി ആദ്യം ആവശ്യപ്പെടുകയും ചോദിക്കുകയും പിന്നീട് അതിന് പരമേശ്വരന് ഉത്തരം നൽകുകയുമാണ്. ഇതാണ് ഉമാമഹേശ്വര സംവാദം. രാമായണത്തെ കേൾക്കുന്നുവെങ്കിൽ അത് നമുക്ക് ഉമാമഹേശ്വര സംവാദത്തിൽ കൂടെ തന്നെ ആകട്ടെ. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമ പ്രോക്തം വായുപുത്രനായി കൊണ്ടു മോക്ഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ട നാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാ കാമുക പരമേശ്വരാദയാനിധേ പന്നഗ വിഭൂഷണ ജ്ഞാനനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയമതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മാഹാത്മ്യങ്ങളെല്ലാം കിമൃണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാ. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുൾ ചെയ്തിടണം മടിയാതെ. ഇന്ന് നാം ഈ കേട്ട വരികൾ ഉമാമഹേശ്വര സംവാദത്തിലുള്ള വരികളാണ്. എന്തുകൊണ്ട് ഈ ഒരു വരികൾ ഇന്ന് കേട്ടു എന്നല്ലേ? യഥാർത്ഥത്തിൽ രാമായണത്തിനൊരു ആമുഖമാണ് ഈ സംവാദം എന്ന് പറയാം. ഈ സംവാദത്തിൽ രാമായണത്തിനുള്ള കാരണം, രാമനുള്ള കാരണം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതുമായി സംബന്ധമായ ഒരു ചോദ്യമാണ് ഇന്ന് ചോദിക്കുന്നത്. ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്ക്. നമസ്കാരം. ഈ ഒരു പരമേശ്വരനോട് ഉമ ചോദിക്കുന്നു, കിംഋണന്മാർക്ക് സൗഖ്യവും ഉണ്ടായി വരാമെന്ന്. അതായത് കിംഋണൻ എന്ന വാക്കിൻ്റെ അർത്ഥം കടം വാങ്ങാൻ ലജ്ജയില്ലാത്തവൻ എന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദപ്രയോഗം അവിടെ നടത്തുന്നതിനുള്ളൊരു കാരണം? അത് ആമുഖമായിട്ട് ഉമാമഹേശ്വര സംവാദത്തിൽ ആമുഖമായിട്ട് വരുന്ന കാര്യമാണ്. കാരണം ഒരു ദിവസം പാർവതീദേവി പരമശിവൻ്റെ അടുത്ത് ചെന്ന് തനിക്ക് രാമൻ്റെ മഹത്വത്തെപ്പറ്റി ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ശ്രീ പരമേശ്വരൻ അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇത്രയും കാലം എന്തുകൊണ്ട് നീ അത് ചോദിച്ചില്ല എന്ന് ഞാൻ മനസ്സിൽ കരുതുകയായിരുന്നു. ചോദിക്കാതെ ഉപദേശം കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പത്നിയാണെങ്കിൽ പോലും ചോദിക്കുമ്പോൾ പറയാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് വളരെ സന്തോഷമായി. രാമൻ്റെ കഥ, ഞാൻ എപ്പോഴും നാമം ജപിക്കുന്ന രാമനാമം, ആ രാമ മഹാത്മ്യം എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഞാൻ വിശദീകരിച്ച് തരാം എന്ന് പറഞ്ഞാണ് അധ്യാത്മരാമായണം തുടങ്ങുന്നത്. അപ്പോൾ എത്രത്തോളം താല്പര്യം പാർവതിക്ക് ഈ കഥയിലുണ്ട് എന്ന് കാണാൻ വേണ്ടി ചുരുക്കം മാത്രം ആദ്യം പറഞ്ഞു, സംക്ഷിപ്തമായ രൂപത്തിലാണ് പറഞ്ഞത്. അതും അവിടെ അവസാനത്തെ ചില സംഭവങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ടാണ് രാമായണത്തിലെ കഥ തുടങ്ങിയത്. നമ്മളൊക്കെ ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ പറയില്ല, ആ ഒരു സംവിധാനം ആദ്യം എനിക്ക് തോന്നുന്നു ഈ രാമായണത്തിലാണ് കാണുന്നത്. അതിൽ ഹനുമാനെയാണ് ആദ്യം തന്നെ അവതരിപ്പിക്കുന്നത്.
അപ്പോൾ ഇവിടെ ഹനുമാൻ എന്തുകൊണ്ട് അവതരിപ്പിച്ച് ചോദിച്ചാൽ വാസ്തവത്തിൽ രുദ്രാവതാരമാണ് ഹനുമാൻ, ഞാൻ തന്നെയാണ് ഹനുമാൻ എന്നുകൂടി പിന്നീട് മനസ്സിലാക്കിക്കൊള്ളാൻ വേണ്ടി ആദ്യം തന്നെ തൻ്റെ അവതാരമായ ഹനുമാനെ അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് ചുരുക്കത്തിൽ പറഞ്ഞപ്പോൾ തീരെ തൃപ്തി ഉണ്ടായില്ല പാർവതിക്ക്. ഇങ്ങനെ ഇത്ര ചുരുക്കത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല, പൂർണ്ണമായി തന്നെ എനിക്കറിയണം, അറിവ് എപ്പോഴും പൂർണ്ണമായിട്ട് തന്നെ നേടണം, അല്ലെങ്കിൽ അതിന് അർത്ഥമില്ല എന്ന രീതിയിൽ ഭഗവാനോട് നിർബന്ധിച്ചു. അതിൽ സാന്ദർഭികമായിട്ട് പറഞ്ഞൊരു വാക്കാണ് കിംവൃണന്മാർക്ക് നിത്യസൗഖ്യം ഉണ്ടായി വരാം. കിംവൃണന്മാർ എന്ന് പറഞ്ഞാൽ കടം വാങ്ങുന്നതിൽ ലജ്ജയില്ലാത്തവർ എന്നാണ് അർത്ഥം. കാരണം അവനവന് ഉള്ള വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കുന്നതിന് പകരം മറ്റുള്ളവരെ കാണിക്കാനായിട്ട് കടം വാങ്ങി ജീവിക്കുന്ന പല വ്യക്തികളും ഉണ്ടല്ലോ. അവർക്ക് പക്ഷേ മനസ്സമാധാനം ഉണ്ടാവില്ല എന്ന് പാർവതീദേവി മുൻകൂട്ടി പറഞ്ഞു തരികയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ ഉപദേശം വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിപ്പോൾ എല്ലാം കടത്തിലൂടെയാണ് കാര്യങ്ങൾ നേടുന്നതും ജീവിക്കുന്നതുമൊക്കെ തന്നെ. പക്ഷേ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കാർഷിക മേഖലകളിൽ കാർഷികമായ പ്രശ്നങ്ങൾക്ക് വരുമ്പോൾ കടം വാങ്ങി അതിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം കടം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ കുടുംബ ആത്മഹത്യ വരെ നടക്കുന്നു. അതുപോലെ കുട്ടികളെ വിദ്യാഭ്യാസത്തിനായിട്ട് കടം നൽകാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ബാങ്കുകൾ നൽകിയിട്ടുണ്ട്. അത് ആ കടം വാങ്ങി കുട്ടികൾ പഠിച്ചു കഴിയുമ്പോഴേക്ക് അതിനനുസൃതമായ കടം വീട്ടാനുള്ള ആ ഒരു ജോലി അവർക്ക് ലഭിക്കാതെ വരുമ്പോൾ അവരും ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ കടത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കടം വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സംസ്കൃതത്തിൽ കടം വാങ്ങുന്നവനെ അധമർണൻ എന്നാണ് പറയുന്നത്, കടം കൊടുക്കുന്നവനെ ഉത്തമർണൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവാം ഒരു നല്ലൊരു കാര്യമല്ല ഈ കടം വാങ്ങുക എന്നുള്ളത്. ഒരു അധമത്വം, അധമ സ്വഭാവികളെ ഇത് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ നമുക്ക് മനസ്സമാധാനമാണ് ഏറ്റവും വലിയ സുഖം. എന്തു തന്നെ ഉണ്ടായാലും ശരി, നമുക്ക് മറ്റു പല ബാഹ്യ ഭൗതിക സൗകര്യങ്ങളുണ്ടെങ്കിലും മനസ്സമാധാനമില്ലെങ്കിൽ ആ ജീവിതം യാതൊരു ഗുണവുമില്ലാതെ നമ്മുടെ ആ ഒരു ജന്മസാഫല്യമില്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ദേവി മുൻകൂട്ടി നമുക്ക് ഉപദേശം നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ ലഭ്യമായിരിക്കുന്നത് അതിൽ സന്തോഷിക്കുകയും ലളിത ജീവിതം നടത്താൻ വേണ്ടി തന്നെ പ്രേരിപ്പിക്കുകയും വേണമെന്ന വലിയൊരു കാര്യമാണ് ഈ ഉപദേശത്തിലൂടെ നൽകുന്നത്. ഇന്നിപ്പോൾ കടം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഓരോ അവസ്ഥകളാണിന്നുള്ളത്. അതിൽ ഭ്രമിച്ച് പലരും മാസം തോറും പണം അടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉള്ളവർ പോലും കടം വാങ്ങി പലതും വാങ്ങി പിന്നീട് വിഷമിക്കുന്നൊരവസ്ഥ. കുട്ടികൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുമ്പോൾ കടക്കാരായിട്ട് മാറുന്നൊരവസ്ഥ. ഇത് നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ തീരെ യോജിക്കാത്തൊരു കാര്യമാണ്. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങൾക്കത് അങ്ങനെയൊക്കെ അവരുടെ രീതി അതായിരിക്കാം. പക്ഷേ അത് ശരിയല്ല. ഒരിക്കലും ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല അത്തരം വ്യക്തികൾക്ക്. അത് ശരിക്കും തൻ്റെ കുടുംബജീവിതത്തിലും പ്രതിഫലിക്കും. കാരണം മനസ്സിനെപ്പോഴും ടെൻഷൻ വരുന്ന സമയത്ത് അത് നമ്മുടെ ഭാര്യയോടോ അല്ലെങ്കിൽ കുട്ടികളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ പ്രകടിപ്പിക്കാം. അങ്ങനെ അത് കുടുംബസമാധാനം പോലും തകർക്കും. പിന്നീട് അത് സമൂഹത്തിലും വലിയൊരു വിപത്തായിട്ട് മാറും. അപ്പോൾ ഏറ്റവും നല്ലൊരു ഉപദേശം ആണ് പാർവതീദേവി ഈ വാക്കുകളിലൂടെ. അത് പരമേശ്വരൻ നൽകുന്ന ഉപദേശമല്ല, കാരണം അദ്ദേഹം ഇതൊക്കെ അറിയുന്ന ദേവനാണ്. പൊതുവെ എല്ലാവർക്കുമായിട്ട് എല്ലാ കാലത്തുമുള്ള ജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ഉപദേശമാണ്. അത് വളരെ നല്ലൊരു ഉപദേശമായിട്ടാണ് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്. നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്, വളരെ സന്തോഷം. അപ്പോൾ ഇവിടെ ഈ ഘട്ടത്തിൽ നാം മനസ്സിലാക്കുന്നത് കടം വാങ്ങുന്നയാൾ, കടം വാങ്ങാൻ ലജ്ജയില്ലാതിരിക്കുന്നവർ ജീവിതത്തിൽ പരാജയത്തെ നേരിടുമെന്നാണ് അങ്ങ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഘട്ടം, അതായത് കടം വാങ്ങുക അഥവാ കടം വാങ്ങണമെന്ന് നിർബന്ധമാണെങ്കിൽ മറ്റൊരാളുടെ നന്മയും അറിവും കടം വാങ്ങാൻ ശ്രമിക്കാം നമുക്ക്. അതാകുമ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി സന്തോഷം ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് വരിക എന്നുള്ളത് തന്നെയാവണം രാമായണത്തിൻ്റെ മുഴുവൻ പാരായണം ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ഈ ഒരു രാമായണ കഥകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് രാമായണത്തെ സംബന്ധിക്കുന്ന അതുപോലെ ജീവിത അവസ്ഥകൾ അല്ലെങ്കിൽ രാമായണത്തിലെ ഓരോ ജീവിതാവസ്ഥകളും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നതിൻ്റെ ഒരു പല ഘട്ടങ്ങളുണ്ടല്ലോ. ഇവിടെ രാമായണത്തിൽ പൊതുവിൽ മനുഷ്യരുണ്ട്, ദൈവങ്ങളുണ്ട്, വാനരന്മാരുണ്ട്, രാക്ഷസന്മാരുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ തന്നെ പല അവസ്ഥകളല്ലേ? ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ പല അവസ്ഥകളെ അല്ലേ ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. അതായത് ദൈവങ്ങളായിരിക്കുവാനും നമുക്കാകും, മനുഷ്യരാകുവാനും സാധിക്കും, വാനരന്മാരെ പോലെ ഒരു നിഷ്ഠയും ഇല്ലാതാകാനും രാക്ഷസന്മാരെ പോലെ വളരെ ക്രൂരരായി മാറാനും നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു ബന്ധമില്ലേ ഇത് തന്നെ? അതല്ലേ ആ കഥാപാത്രങ്ങളിലെല്ലാം ഒരു രാക്ഷസന്മാരല്ല, വളരെ ക്രൂരതയുള്ളവരെല്ലാം പരാജയം ഏറ്റുവാങ്ങുന്നൊരവസ്ഥയിലേക്ക് വരുന്നത്. അത് ഈ രാമായണത്തിൽ
പല പിന്നെ സ്വഭാവങ്ങളുള്ള ആളുകളെ അവതരിപ്പിച്ചുകൊണ്ട് അവർക്ക് എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ വരച്ച് കാട്ടുമ്പോൾ നമ്മുടെ മനസ്സിലും അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുന്നു. നമ്മൾ അത്തരം നെഗറ്റീവായ അല്ലെങ്കിൽ ശരിയല്ലാത്ത ജീവിതത്തിൽ നിന്ന് വഴിമാറാൻ അത് സഹായിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി ലഭ്യമാകുന്ന കാര്യമാണ്.